നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. എത്ര പ്രാവശ്യം കബളിപ്പിക്കപ്പെട്ടാലും പിന്നെയും പോയി തട്ടിപ്പുകാർക്ക് തലവെച്ചു കൊടുക്കുന്ന ഒരു വിചിത്ര ജനത തന്നെയാണ് സമ്പൂർണ്ണ സാക്ഷരരായ മലയാളികൾ. പ്രതിദിനം 85 ലക്ഷം രൂപയാണ് മലയാളികളിൽ നിന്ന് സൈബർ സംഘങ്ങൾ തട്ടിയെടുക്കുന്നത്. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ 300 കോടിയിലധികം രൂപയാണ് ഇത്തരത്തിൽ തട്ടിയെടുത്തത് എന്നാണ് ഔദ്യോഗിക ഭാഷ്യം. ജനങ്ങൾക്കിടയിൽ നിരന്തരം ബോധവൽക്കരണം നടത്തിയിട്ട് പോലും പണത്തോടുള്ള മലയാളികളുടെ ആക്രാന്തം മുതലെടുക്കുകയാണ് തസ്കര സംഘങ്ങൾ. ഇത്രയേറെ പണം നഷ്ടപ്പെട്ടിട്ടും വീണ്ടും പോയി ഇത്തരക്കാരുടെ വലയിൽ വീഴുന്നത് ഒരുതരം മാനസിക രോഗമാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തലുകളും. 2022 മുതൽ 2024 വരെ സംസ്ഥാനത്തു നിന്ന് 1021 കോടി രൂപ സൈബർ ഫ്രോഡുകൾ അടിച്ചുമാറ്റി എന്നാണ് പോലീസ് പറയുന്നത്. 2024 മാത്രം 41,426 ഓൺലൈൻ തട്ടിപ്പിന് ഇരയായവരുടെ പരാതികൾ രജിസ്റ്റർ ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം മാത്രം 763 കോടി രൂപയാണ് സംസ്ഥാനത്ത് തട്ടിക്കൊണ്ടുപോയത്. 2022 48 കോടി രൂപയുടെ തട്ടിപ്പ് റിപ്പോർട്ട് ചെയ്തു. 2023 ഇത് 210 കോടിയിലേക്കാണ് കുതിച്ചെത്തിയത്. ഓൺലൈൻ ഓഹരി കച്ചവടത്തിന്റെ കെണിയിലാണ് ഭൂരിഭാഗം പേരും പെടുന്നത്. പോലീസും മാധ്യമങ്ങളും സന്നദ്ധ സംഘടനകളും ദിനംപ്രതി ബോധവൽക്കരണം നടത്തിയിട്ടും ധാരാളം പേർ നിത്യേന തട്ടിപ്പുകാരുടെ വലയിൽ പോയി വീഴുന്നുണ്ട്. ജോലി തട്ടിപ്പ്, ഡിജിറ്റൽ അറസ്റ്റ്, ഹണി ട്രാപ്പ്, ഗെയിമിംഗ് ഇങ്ങനെ സകലമാന തട്ടിപ്പുകളിലും പോയി മലയാളികൾ തലവെക്കുന്നുണ്ട്. പെട്ടെന്ന് പണക്കാരാകാം എന്ന തട്ടിപ്പുകാരുടെ മോഹന വാഗ്ദാനങ്ങളിൽ ഈയാമ്പാറ്റകളെ പോലെ ചെന്നു വീഴുകയാണ് നമ്മൾ എല്ലാവരും. പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ വേർതിരിവില്ലാതെയാണ് ഇരയാക്കപ്പെടുന്നത്. പണക്കാരായവർ ഓൺലൈൻ ഓഹരി വ്യാപാര തട്ടിപ്പുകളിൽ പോയി പെടുന്നത് സർവ്വസാധാരണമായിട്ടുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ തുടങ്ങി ജീവിതത്തിന്റെ ഉന്നത ശ്രേണിയിൽപ്പെട്ടവർ കോടികളാണ് ഇതുപോലെ നഷ്ടമാക്കിയിട്ടുള്ളത്. പോലീസ് ഹൈടെക് സെൽ മേധാവിയായി വരെ ജോലി ചെയ്ത സ്റ്റാർമോൻ പിള്ള എന്ന ഉദ്യോഗസ്ഥന്റെ 7 ലക്ഷം രൂപയാണ് കഴിഞ്ഞ വർഷം നഷ്ടമായത്. കേരള ഹൈക്കോടതി മുൻ ജഡ്ജി ശശിധരൻ നമ്പ്യാർക്ക് നഷ്ടമായത് 90 ലക്ഷം രൂപയാണ്. യാക്കോബായ സഭ നിരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കുറിലോസിനെ CBI എന്ന പേരിൽ സൈബർ അറസ്റ്റിലാക്കി തട്ടിച്ചത് 15 ലക്ഷം. തിരുവനന്തപുരത്തെ പ്രമുഖ അഭിഭാഷകൻ ശാസ്തമംഗലം അജിത്തിൽ നിന്ന് പോലും തട്ടിപ്പ് സംഘം 77 ലക്ഷം രൂപ കൈക്കലാക്കിയത്രേ. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ തട്ടിപ്പുകാരാണ് മലയാളികളുടെ പണം ഇങ്ങനെ അടിച്ചു കൊണ്ടുപോകുന്നത്. എത്ര പണം അടിച്ചുകൊണ്ടുപോയാലും പണത്തോടുള്ള കേരളീയരുടെ ഒടുങ്ങാത്ത ആർത്തിയും ആക്രാന്തവും തന്നെയാണ് ഉത്തരേന്ത്യക്കാർ തട്ടിപ്പുകാർക്ക് വളമാക്കി കൊടുക്കുന്നതും. ഇതിനിടെ ഏറ്റവും സങ്കടകരമായ ഒരു വാർത്ത കൂടി പുറത്തു വന്നു. സൈബർ തട്ടിപ്പിനിരയായി 50 ലക്ഷം രൂപ നഷ്ടപ്പെട്ട വൃദ്ധ ദമ്പതികൾ മരിച്ച നിലയിൽ ആത്മഹത്യാ കുറിപ്പാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിങ്ങനെയാണ്: സൈബർ തട്ടിപ്പിനിരയായ വൃദ്ധ ദമ്പതികൾ മരിച്ച നിലയിൽ. ബലഗാവി ജില്ലയിലെ ഖാനാപൂർ താലൂക്കിലാണ് സംഭവം ഉണ്ടായത്. ഖാനാപൂരിലെ ബീഡി ഗ്രാമത്തിൽ താമസിക്കുന്ന ദിയോഗ് ജെറോൺ സാന്റൻ നസ്രത്ത് 82 വയസ്സാണ് അദ്ദേഹത്തിന്. ഭാര്യ ഫ്ലാവിയാന 79 വയസ്സ്. ഇവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വ്യാഴാഴ്ച വൈകിട്ടാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ അയൽവാസികൾ കണ്ടെത്തുന്നത്. ജീവൻ ഒടുക്കി എന്നാണ് സൂചന. വീടിനുള്ളിൽ മരിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു ഫ്ലാവിയാന. വീടിന് പുറത്തുള്ള ജലസംഭരണിക്കകത്ത് രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു ദിയോഗ് ജെറോണിന്റെ മൃതദേഹം കിടന്നിരുന്നത്. ദിയോഗ് ജെറോൺ എഴുതിയതായി കരുതുന്ന 2 പേജുള്ള ഒരു കുറിപ്പ് കണ്ടെത്തി. ഏതാനും ദിവസം മുമ്പ് ഡൽഹിയിൽ നിന്ന് ടെലികോം വകുപ്പിലെ നോട്ടിഫിക്കേഷൻ യൂണിറ്റിലെ ഉദ്യോഗസ്ഥൻ എന്ന് പരിചയപ്പെടുത്തി സുമിത് ബെഹ്റ എന്നയാൾ തന്നെ ഫോണിൽ വിളിച്ചതായി കുറിപ്പിൽ ദിയോഗ് ജെറോൺ പറയുന്നു. തന്റെ സിം കാർഡ് നിയമവിരുദ്ധമായും മോശം സന്ദേശങ്ങൾ അയക്കാനും ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ഇയാൾ ഭീഷണിപ്പെടുത്തിയത്രേ. ഇത് കുറിപ്പിൽ പറയുന്നുണ്ട്. തുടർന്ന് അനിൽ യാദവ് എന്നയാളും ഇക്കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ബാങ്ക് അക്കൗണ്ടിന്റെ വിവരങ്ങളെല്ലാം ശേഖരിച്ചു. 50 ലക്ഷത്തിലധികം രൂപ കൈമാറിയിട്ടും തട്ടിപ്പുകാർ കൂടുതൽ പണം ആവശ്യപ്പെട്ടുവെന്നാണ് കുറിപ്പിൽ പറയുന്നത്. സ്വർണം പണയം വെച്ച് 7.15 ലക്ഷം രൂപ വായ്പ എടുത്തിട്ടുണ്ട് എന്നും കുറിപ്പിലുണ്ട്. മഹാരാഷ്ട്ര സെക്രട്ടേറിയറ്റിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥരാണ് ദിയോഗ് ജെറോൺ. ഇവർക്ക് മക്കളൊന്നുമില്ല. ഇരുവരുടെയും മൃതദേഹങ്ങൾ വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായി നൽകണമെന്നാണ് കുറിപ്പിൽ പറയുന്നത്. കുറിപ്പ് ഇങ്ങനെയാണ്: ഇപ്പോൾ എനിക്ക് 82 വയസ്സായി. എന്റെ ഭാര്യയ്ക്ക് 79 വയസ്സായി. ഞങ്ങളെ പിന്തുണയ്ക്കാൻ ആരുമില്ല. ആരുടെയും കാരുണ്യത്തിൽ ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല. അതിനാൽ ഞങ്ങൾ ഈ തീരുമാനം എടുക്കുന്നു, കുറിപ്പിൽ പറയുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി ഇയാളുടെ മൊബൈൽ ഫോൺ, കത്തി, ആത്മഹത്യാക്കുറിപ്പ് എന്നിവ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുറിപ്പിൽ പറയുന്ന 2 പ്രതികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്കും സൈബർ തട്ടിപ്പിനും ഞങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം നടന്നുവരുന്നു എന്നാണ് ബലഗാവി പോലീസ് സൂപ്രണ്ട് ഭീമശങ്കർ ഗുലേദ് പറയുന്നത്.
മറ്റൊരു വാർത്ത കേരളത്തിൽ നിന്ന് തന്നെയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേരിൽ സൈബർ തട്ടിപ്പ് നടന്നു. മലപ്പുറം സ്വദേശിക്ക് 20 ലക്ഷം രൂപയാണ് നഷ്ടമായത്. കോഴിക്കോട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേരിലാണ് സൈബർ തട്ടിപ്പ് നടന്നത്. മലപ്പുറം സ്വദേശിക്ക് നഷ്ടമായത് 20 ലക്ഷം രൂപ. സംഭവത്തിൽ സൈബർ പോലീസിൽ പരാതി നൽകി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 50 ലക്ഷം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ താങ്കൾക്ക് സമ്മാനമായി ലഭിച്ചിരിക്കുന്നു, ആശംസകൾ എന്ന സന്ദേശത്തോടെ സമ്മാനത്തിന്റെ വൗച്ചർ ഫോണിൽ അയച്ചു നൽകലായിരുന്നു തട്ടിപ്പിന്റെ ആദ്യപടി. സമ്മാനം ലഭിക്കാനായി തന്നിരിക്കുന്ന വാട്സാപ്പ് ലിങ്ക് ഉപയോഗിക്കാനും ആവശ്യപ്പെട്ടു. വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ GST അടയ്ക്കണമെന്ന അറിയിപ്പ് ലഭിച്ചു. ഇതിനായി വ്യാജ അക്കൗണ്ടുകളിലേക്ക് പണം കൈമാറാൻ തട്ടിപ്പ് സംഘം ആവശ്യപ്പെട്ടതാണ് പിന്നീട് നടന്നത്. തുടർന്ന് പല കാരണങ്ങൾ പറഞ്ഞ് കൂടുതൽ പണം കൈവശപ്പെടുത്തുകയാണ് രീതി. അധികൃതർ നിരവധി തവണ മുന്നറിയിപ്പ് നൽകിയിട്ടും തട്ടിപ്പുകാരുടെ കെണിയിൽ വീണുകൊണ്ടേയിരിക്കുകയാണ് ജനം. ഇക്കഴിഞ്ഞ ദിവസം കുരിയച്ചിറ സ്വദേശിയായ യുവതിയെ ഫോണിൽ വിളിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് സൈബർ തട്ടിപ്പുകാർ നേടിയെടുത്തത് 9,50,000 രൂപ. പക്ഷെ ഉടൻ തന്നെ തട്ടിപ്പ് മനസ്സിലാക്കിയ യുവതി സൈബർ ഫിനാൻഷ്യൽ ക്രൈം ഹെൽപ്പ് ഡെസ്ക് നമ്പറായ 1930 1930 ഇതിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്തു. ഇതോടെ തട്ടിപ്പുകാരുടെ അക്കൗണ്ട് മരവിപ്പിച്ചു. അതുകൊണ്ട് തന്നെ യുവതിക്ക് മുഴുവൻ പണവും തിരിച്ചു കിട്ടി. കഴിഞ്ഞ ജൂണിലാണ് ഈ സംഭവം നടന്നത്. ഡൽഹി കസ്റ്റംസിൽ നിന്നാണ് വിളിക്കുന്നതെന്നും നിങ്ങൾ മലേഷ്യയിലേക്ക് അയച്ച പാഴ്സലിൽ നിയമവിരുദ്ധമായ ചില വസ്തുക്കൾ ഉണ്ടെന്നും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും മറ്റും പറഞ്ഞ് സൈബർ തട്ടിപ്പുകാർ ഭീഷണിപ്പെടുത്താറുണ്ട്. ഇങ്ങനെ ഭീഷണിപ്പെടുത്തി പണം തട്ടുകയാണ് ഇവരുടെ രീതി. സൈബർ തട്ടിപ്പിൽ പണം നഷ്ടപ്പെട്ടാൽ ഉടൻ 1930 എന്ന നമ്പറിലേക്ക് വിളിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്ന് അറിയുന്ന യുവതി അപ്പോൾ തന്നെ സൈബർ ക്രൈം ഹെൽപ്പ് ഡെസ്കിലേക്ക് വിളിച്ച് റിപ്പോർട്ട് ചെയ്തു. ഇതിനുശേഷം തൃശൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. പരാതിയിൽ കേസെടുത്ത് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർക്ക് തട്ടിപ്പുകാരുടെ ഫ്രീസ് ചെയ്ത അക്കൗണ്ടിൽ നിന്നും മുഴുവൻ പണവും തിരിച്ചെടുക്കാൻ സാധിച്ചു. സൈബർ തട്ടിപ്പിൽ പണം നഷ്ടപ്പെട്ട് 1930 എന്ന നമ്പറിലേക്ക് വിളിക്കാതിരിക്കുന്നവർക്കും ഏറെ വൈകി വിളിച്ചവർക്കും അക്കൗണ്ട്സ് ഫ്രീസ് ചെയ്ത് പണം തിരികെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് സൈബർ ഫ്രോഡുകളുടെ ഇരയായി പണം നഷ്ടപ്പെട്ടാൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ 1930 എന്ന നമ്പറിൽ വിളിക്കണമെന്നും സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ VS സുധീഷ് കുമാർ അറിയിച്ചു. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനും കേസിന്റെ പരിശോധനയ്ക്ക് പണം അയക്കാൻ ആവശ്യപ്പെടില്ല എന്നുള്ളതാണ് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. സൈബർ ഫ്രോഡുകളുടെ തട്ടിപ്പുകളിൽ ഉൾപ്പെടാതിരിക്കാനുള്ള സുരക്ഷാ മാർഗങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും പാലിക്കേണ്ടതും അത്യാവശ്യമാണ്. അപരിചിതരുടെ കോളുകളിൽ സംശയം തോന്നിയാൽ അവരുടെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് എമർജൻസി നമ്പറായ 112 വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കേരള പോലീസ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റും നിരന്തരം നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ ഒരിക്കലും അവഗണിക്കരുത്. സംശയാസ്പദമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. OTP, സാമ്പത്തിക സ്വകാര്യ വിവരങ്ങൾ എന്നിവ ഒരിക്കലും ഷെയർ ചെയ്യരുത്. തട്ടിപ്പിന്റെ മറ്റൊരു വശമാണ് ആധാർ കാർഡ് ലിങ്ക് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ പാൻ കാർഡ് ലിങ്ക് ചെയ്യുന്നതിനോ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് വാട്സാപ്പ് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ മെസ്സേജ് ബോക്സിലോ വരുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പ് അല്ലെങ്കിൽ പാൻ കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡ് എല്ലാം ലിങ്ക് ചെയ്യുന്നതിനായിട്ട് അല്ലെങ്കിൽ ബാങ്ക് സേവനങ്ങൾ നിർത്തിവെക്കും, ബാങ്കുകൾ ഫ്രീസ് ആകും എന്ന മെസ്സേജുകളാണ് വരുന്നത്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ OTP പറഞ്ഞു തരാൻ ആവശ്യപ്പെടും. ഈ OTP പറയുമ്പോൾ നേരെ അത് ബാങ്കിൽ നിന്ന് ക്യാഷ് പോയിക്കൊണ്ടിരിക്കും. ഇത്തരം പ്രവൃത്തികളിലൂടെ ക്യാഷ് നഷ്ടപ്പെടുന്നവരും നമുക്കിടയിലുണ്ട്. അതുപോലെ തന്നെ ലോൺ ആപ്പുകൾ, അതും മറ്റൊരു ചതിക്കുഴി തന്നെയാണ്. ഒരു തമാശയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു കൗതുകം കാരണം നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്താൽ, കാരണം ഫേസ്ബുക്ക് അല്ലെങ്കിൽ ടെലഗ്രാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലിങ്കുകൾ, വാട്സാപ്പുകൾ, ഇതിലെല്ലാം തന്നെ നമുക്ക് ഇത്തരം ലിങ്കുകൾ വരാറുണ്ട്. നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ റെഡി, ലോൺ പാസ്സായിട്ടുണ്ട് എന്ന രീതിയിലുള്ള ലിങ്കുകൾ വരാറുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് പോകുന്നത് പിന്നീട് തിരിച്ച് ആ പണം, ഇപ്പൊ ഒരു 5,000 രൂപ ആവശ്യപ്പെട്ടാൽ അല്ലെങ്കിൽ 10,000 രൂപ ആവശ്യപ്പെട്ടാൽ 2,000 3,000 നമ്മുടെ ബാങ്കിൽ ക്രെഡിറ്റ് ആകും. പക്ഷെ അതിനുശേഷം പിറ്റേ ദിവസം മുതൽ തന്നെ ഇവർ ഈ പണം തിരിച്ചു ചോദിച്ചുകൊണ്ടുള്ള മെസ്സേജുകൾ വരാൻ തുടങ്ങും. അതിലേക്ക് നമ്മൾ വാങ്ങിയ പണത്തിന്റെ ഇരട്ടി കൊടുത്തു കഴിഞ്ഞാലും വീണ്ടും ഇവർ പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ലിങ്കുകൾ വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ അത് കൊടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ആ വാട്സാപ്പ് സന്ദേശം അവഗണിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കോണ്ടാക്റ്റിൽ നിന്നുള്ള ആൾക്കാരുടെ ഫോട്ടോ മോർഫ് ചെയ്ത് അശ്ലീല തരത്തിലുള്ള ഫോട്ടോകളും മറ്റും ലിങ്കിൽ വരുന്നതും സാധാരണയാണ്. അപ്പൊ ഇത്തരം തട്ടിപ്പുകൾ എല്ലാം തന്നെ ഒരുപാട് തരം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അനാവശ്യ ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാതിരിക്കുക. ഒരിക്കലും ഒരു ആപ്ലിക്കേഷനും അനാവശ്യ ആപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. അപരിചിതരുടെ വീഡിയോ കോളുകളോട് ഒരിക്കലും പ്രതികരിക്കരുത്. സൈബർ തട്ടിപ്പുകൾക്ക് ഇരയായാൽ ഉടൻ സൈബർ ക്രൈം പോർട്ടലിൽ cybercrime.gov.in എന്ന സൈബർ ക്രൈം പോർട്ടലിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്.
നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള സൈബർ ക്രൈമിന്റെ ഓഫീസിലേക്ക് നേരിട്ട് ചെന്നാൽ ഇത് ഏറ്റവും പെട്ടെന്ന് തന്നെ എളുപ്പമായി തന്നെ അവർ ഈ കേസ് രജിസ്റ്റർ ചെയ്തെടുക്കും. സൈബർ ക്രൈം ഓഫീസ് അടുത്തില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും cybercrime.gov.in എന്ന പോർട്ടലിൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട് 1930. ഇതിൽ ഡയൽ ചെയ്യുകയോ ആവശ്യമാണ്. ഇത്തരം കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ വിലയിരുത്തുക. ഇനിയൊരു ജീവനും നഷ്ടപ്പെടാതിരിക്കട്ടെ. മലയാളി വാർത്ത ഇൻ ഡെപ്ത്.